പ്രവാസി. പരിഭവങ്ങളൊന്നും പറയാനില്ലാത്തവരാണ് പ്രവാസികൾ. പലപ്പോഴും തൻ്റെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചും തൻ്റെ ഇല്ലായ്മകൾ ആരെയും അറിയിക്കാതെ ഉറ്റവർക്ക് വേണ്ടി എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ടവർ. നാട്ടിൽ വലിയ സൗധങ്ങളും സുഖസൗകര്യങ്ങളും വേണ്ടപ്പെട്ടവർക്ക് നൽകിയിട്ട് 4 ചുവരുകൾക്കുള്ളിൽ ഇരുണ്ട മുറിയിൽ, ക്യാമ്പുകളിൽ അല്ലെങ്കിൽ 2-1 ഒരൊറ്റ മുറിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. കൊടിയ ചൂടിലും തണുപ്പിലും അവ ഒന്നിനെയും വകവയ്ക്കാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഞങ്ങൾ പ്രവാസികൾക്ക് ജാതിയുടെ വേർതിരിവില്ല. എല്ലാവരും ഇവിടെ തുല്യരാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇവിടെ ഒരു മുറിയിൽ അന്തി ഉറങ്ങുന്നവരാണ്. ആഴ്ചയിൽ 1 ദിവസം കിട്ടുന്ന അവധിയാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ. അന്ന് ഇഷ്ടമുള്ള ആഹാരമുണ്ടാക്കി കഴിച്ചും വീട്ടുകാരുമായും കുറേ നേരം സംസാരിച്ചും സമയം ചിലവിടും. പിറ്റേന്ന് രാവിലെ പിന്നെയും ഓട്ടമാണ് ജോലിക്ക്. ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ കഠിനമായ ചൂടിൽ ജോലി ചെയ്യുന്നവരെ. അവർ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം അത്ര വലുതാണ്. ആകെ ഒരു വിഷമം എന്ന് പറയാനുള്ളത്, നാട്ടിൽ വരുമ്പോൾ ഓരോരുത്തരുടെ ചോദ്യങ്ങൾ: എന്നാ വന്നത്, എന്നാ ഇനി തിരിച്ചു പോകുന്നത്? ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലാണ്. 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഒപ്പം 2 മാസം അല്ലെങ്കിൽ 1 മാസം നിൽക്കാൻ ഓടി വരുന്നവരാണ് ഞങ്ങളിൽ പലരും. അപ്പോഴാ ഈ ഉള്ളം പൊളിക്കുന്ന ചോദ്യങ്ങൾ.